നമസ്തേ. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് വന്നു. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്തും ലോകത്തിന് നമ്മുടെ നാമം ഓർത്തിരിക്കാൻ നല്ലൊരു കാരണം കൊടുക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആർക്കും നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല. എല്ലാവർക്കും നല്ലതാകണം. നല്ല ആരോഗ്യം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല രീതിയിലുള്ള പണം വേണം, നല്ല ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആയിരിക്കണം, വിജയിക്കണം. മുൻപുള്ള ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റിവിറ്റിയാണ് എല്ലാത്തിൻ്റെയും കീ. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ എന്താണ് എന്നുള്ളത് കണ്ടെത്തണം. ആ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെയും കർമ്മം ഒരു ഹൈ പെർഫോമൻസ് അവിടെ നടപ്പാക്കണമെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ കഠിനാധ്വാനമല്ല, സ്മാർട്ട് വർക്കാണ് ഇതിന്റെ കീ എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ബേർഡൻ ആയിട്ടോ കഠിനാധ്വാനമായിട്ടോ തോന്നുകയില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഈ കാര്യം ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച ആളുകളിലേക്ക് നോക്കേണ്ടി വരും. ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകൾ, ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നതും നമ്മളിൽ നിന്ന് കടന്നുപോയവരും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ അവരുടെ പിന്നിലുണ്ടോ? സാധാരണഗതിയിൽ ആളുകൾക്ക് ഒരാൾ ഉന്നത വിജയം കൈവരിക്കുന്ന സമയത്ത് ഒരു ഭയമാണ്. ഒരു വിജയിച്ചയാൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഹൈ പെർഫോമൻസ് നടത്തുന്നയാൾ, അയാൾക്ക് ചാത്തൻ സേവ ഉണ്ടെന്ന് ചില സമയത്ത് പറയും, അല്ലെങ്കിൽ അയാൾ ഇല്ലുമിനേറ്റി ആണെന്ന് ചില സമയത്ത് പറയും, അല്ലെങ്കിൽ അയാൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് പണം ഉണ്ടാക്കിയത് എന്ന് പറയും, അയാൾ വലിയൊരു മാനിപ്പുലേറ്റർ ആണ്, അയാൾ പൊളിറ്റീഷ്യൻസിനെ വിലക്കെടുത്തു. ഇങ്ങനെ പല രീതിയിലുള്ള കമന്റ്സ് ആണ്. ബിക്കോസ് സാധാരണ മജോറിറ്റിക്കും ആ ഒരു തലത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിലേക്കുള്ള ചിന്താരീതിയിലേക്ക് ഉയരാനോ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം ഭയമാണ്. വിജയിക്കുന്നതിനെ കുറിച്ച് ഭയമാണ്, ധനം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ഭയമാണ്. കാരണം അത് നമ്മുടെ കുറ്റമല്ല, നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഫിയർ കണ്ടീഷനിങ്ങിന്റെ ഭാഗം തന്നെയാണത്. നമ്മൾ കടന്നു വന്നതായിട്ടുള്ള, നമ്മൾ എവല്യൂഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവല്യൂഷൻ പ്രാപിച്ചുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ലിമിറ്റേഷൻസ് നമ്മൾ മാറ്റി പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ്, ഗുഡ് ഹെൽത്ത് ആൻഡ് ലോട്ട്സ് ഓഫ് മണി എന്ന് പറയുന്നത് നിങ്ങളുടെ അബോധതലം തന്നെയാണ്. നിങ്ങളുടെ അബോധതലത്തിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് നമ്മൾക്ക് വേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടും നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുമായിട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മളെ ബോധ മനസ്സിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മളുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം. അപ്പൊ നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈസ് എ റിസൾട്ട് ഓഫ് മെന്റൽ പ്രോസസ് ആണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് ബ്രെയിനിൽ നടക്കുന്നതിന്റെ ഒരു റിസൾട്ടാണ്. ആൻഡ് ദിസ് സിഗ്നലിങ്ങിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ, ഇത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് എന്തൊക്കെയായിരിക്കാം ഇതിന്റെ ഏറ്റവും മൂല കാരണമായിട്ട് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കാരണമാകുന്നത് എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, സംതിങ് ബിയോണ്ട് അവർ കോൺഷ്യസ്നെസ്, ഒരു സബ് കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ലെവൽ, ഇനി കുറച്ചും കൂടി വിശാലമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, നമുക്ക് അവിടേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ചാത്തൻ സേവയല്ല, ദർ ആർ സ്പിരിച്വൽ എനർജീസ് നമ്മളെ സഹായിക്കാനുണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മളുടെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യ രൂപത്തിലോ ഒരു എനർജിയുടെ രൂപത്തിലോ വരുന്ന സ്പിരിറ്റ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ടാപ്പിൻ ചെയ്യുകയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക്. ബിക്കോസ് അവിടെയാണ് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും എല്ലാ അറിവും ഉള്ളത് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗോഡിന്റെ ഒരു ഗാർമെന്റ് പോലെയാണ്. നമ്മൾ യൂണിവേഴ്സൽ സോഴ്സിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓസിന്റെ അറ്റം കിണറ്റിൽ കിടക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ കൂടെ ജലം പുറത്തേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനൊന്നും വലിച്ചെടുക്കാനും പറ്റില്ല, ഒന്നും പുറത്തേക്ക് തള്ളാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ കീ. അതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആത്മീയത എങ്ങനെയാണ് നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ചോദ്യം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വ്യഗ്രതപ്പെട്ട് ഡിസയറിന്റെയും പാഷന്റെയും പുറകിൽ പോകുമ്പോൾ പരാജയമാവുകയും, എന്നാൽ ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ അധിഷ്ഠിതമായി അതിൽ കൂടി കർമ്മം ചെയ്യാനായിട്ട്, നിങ്ങളുടെ താല്പര്യപ്പെട്ട ഏരിയയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ കോൺട്രിബ്യൂട്ടിങ്. നിങ്ങൾ ലോകത്തിന് നിങ്ങളുടെ നാമം ഓർത്തിരിക്കാൻ നല്ലൊരു കാരണം കൊടുക്കുകയാണ്. ഭൂരിഭാഗം ആളുകളും ജീനിയസ് ആകുന്നില്ല. ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു ടാപ്പ് ഇൻ ടു ദിസ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് എങ്ങനെയാണ് ആക്സസ് കിട്ടുന്നത് എന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. ചിലരുടെ കയ്യിൽ അതിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടായിരിക്കാം, ബട്ട് they don't know how to use these tools. ഈ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. ഭൂരിഭാഗം ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ശരീരത്തെ യൂത്ത്ഫുൾ ഹെൽത്ത് കൊണ്ട് റെസ്പോണ്ട് ചെയ്യിക്കാൻ അല്ലെങ്കിൽ റേഡിയന്റ് ചെയ്യിക്കാനുള്ള തോട്ട്സ്, ബിലീഫ്സ് ഓർ വാല്യൂസ് അവരുടെ കയ്യിലില്ല. They don't know aging is a conditioned behavior. പ്രായം എന്നത് മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻഡ് ബിഹേവിയർ ആണ് എന്നറിയില്ല.
കാരണം അവർക്ക് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് ആക്സസ് ഇല്ല. കാരണം കോൺഷ്യസ്നെസ്സിനെ മുറിച്ച് കടന്ന് സബ് കോൺഷ്യസിന്റെ ഉള്ളിൽ കൂടെ കടന്ന് കളക്റ്റീവ് അൺകോൺഷ്യസിൽ നിന്ന് ഈ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ചിന്തകൾ ബോധമനസ്സിലേക്ക് ഇംപ്രിന്റ് ചെയ്യുവാനായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല. ഭൂരിഭാഗം ആളുകൾക്കും മില്യണേഴ്സിന്റെ സീക്രട്സ് എന്താണെന്ന് അറിയില്ല. They don't have a billionaire mindset because they don't have access to collective unconsciousness. They may have the tools, but they don't know how to use it. ചില ആളുകൾക്ക് അതിനുള്ള ഉപകരണങ്ങൾ കയ്യിലുണ്ടാകും, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. പലർക്കും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അട്രാക്ട് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കുന്നില്ല. അതിനുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും, പക്ഷേ അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് അറിയില്ല. കാരണം അവർക്ക് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സുമായിട്ട് ആക്സസ് ഇല്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ ടൂൾസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഹിപ്നോട്ടിക് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്രിയേറ്റീവ് പൊട്ടൻഷ്യലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഈ ഒരു പൂളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ റലത്തിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ടൂൾസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ ഏബിൾ ടു ആൾട്ടർ യുവർ കോൺഷ്യസ്നെസ് ലൈക്ക് ദിസ്, നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രാണിക് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് ആക്സസ് കിട്ടുകയും നിങ്ങളൊരു ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു എക്സ്ചേഞ്ച് പോലെ പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ബോധ മനസ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് വഴി ഇത് അവിടെ നിന്ന് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെ ലെയറുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന അൺകോൺഷ്യസ്നെസ് അഥവാ അബോധതലത്തിലേക്ക് ഈ കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും സെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു ഓപ്പണിംഗ് ലഭിച്ച് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ നിന്ന് ഈ ഇൻഫർമേഷൻ അബോധതലത്തിലൂടെ പിന്നീട് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയും വന്ന് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ അവെയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. ആ സമയത്ത് നമ്മളുടെ ബോധ മനസ്സിൽ ആശയങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കുണ്ടലിനി ശക്തിയൊക്കെ റിയൽ ആയിട്ട് അവയ്ക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒഴുക്ക് വളരെ അധികമായിരിക്കും. വളരെ പണ്ട് കാലത്ത് ക്രിയേറ്റീവ് ജീനിയസ് ആയിരുന്ന ലിയനാർഡോ ഡാവിഞ്ചിയെ പോലെയുള്ള ആളുകൾ ജേണൽ എഴുതി വെച്ചിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ലോട്ട് ഓഫ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഫ്ലോ ഓഫ് ഐഡിയാസ് ആയിരുന്നു. ഇതിൽ കുറെ എണ്ണമൊക്കെ പുള്ളി പാതി വഴിക്ക് ഉപേക്ഷിച്ചു, കുറെ എണ്ണം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഹീസ് ഗെറ്റിംഗ് ആക്സസ് ടു സംവെയർ. ഈ ഒരു ഡീപ്പ് ട്രാൻസ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ആൾട്ടേർഡ് കോൺഷ്യസ്നസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആൽഫ വേവ്സും തീറ്റ വേവ്സും പുറപ്പെടുവിക്കുന്നു. ആൽഫ വേവ്സ് നമ്മൾ വളരെ കാം ആയിട്ടിരിക്കുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്നതാണ്. അതുപോലെ തന്നെ തീറ്റ വേവ്സ് നമ്മൾ കാം ആയിട്ടും അല്ലെങ്കിൽ ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്നതാണ്. ബ്രെയിൻ വേവ്സിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. ഇപ്പൊ ഇത് ഇത്രയും മാത്രം മനസ്സിലാക്കുക. നമ്മളിൽ പലരിലൂടെയും ഈ തലങ്ങൾ കടന്നു പോകുന്നുണ്ട്. മീൻസ് ഈ വേവ്സ് ഒക്കെ പല സമയങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് സബ് കോൺഷ്യസ് ലെവലിൽ അല്ലെങ്കിൽ അൺഅവെയർ ആയിട്ടിരിക്കുന്ന സമയത്താണ്, നമ്മൾക്ക് അറിയില്ലാത്ത സമയത്താണ് അത് ഉണ്ടാകുന്നത്. നമ്മളത് തിരിച്ചറിയാറുമില്ല പലപ്പോഴും. പക്ഷെ ഇനി മുതൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് ജീനിയസ് മണ്ഡലത്തിലേക്ക് ആക്സസ് കിട്ടുന്നത്. ഇതൊരു മെഡിറ്റേഷൻ പോലെയോ അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് പോലെയോ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെയോ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഒരു പക്ഷേ ഇതിന്റെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കാം ഈ പറയുന്ന കാര്യം. പല ചിന്തകർ ഇതിനെ പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടേത് ഏത് വിധത്തിലാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പലർക്കും ഇപ്പോഴും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനത് വിശദമാക്കാം. നമ്മളൊരു ഡീപ്പ് ട്രാൻസ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് നമ്മൾ സ്വയം മനസ്സിനെ എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സെൽഫ് ഹിപ്നോസിസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. മെഡിറ്റേഷൻ ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും ഒക്കെ ഗൈഡഡ് അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്വന്തമാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെ എന്ത് രീതിയിലും വിളിക്കാം. ഞാൻ ഇതിനെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് ടാപ്പിംഗ് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വൺസ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മളുടേതായ മെത്തേഡിൽ കൂടെ ഞാൻ കുറച്ചും കൂടെ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എനിവേ, അതിൽ കൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വിജയം, നിങ്ങളുടെ വിജയം പല രീതിയിലായിരിക്കും. ചിലർക്ക് ഫിനാൻസ് ആയിരിക്കും വേണ്ടത്, ചിലർക്ക് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും വേണ്ടത്, ചിലർക്ക് ഗുഡ് ഹെൽത്ത് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ പലതുമാകാം. അപ്പൊ എന്താണോ അതിന് തടസ്സം നിൽക്കുന്ന വാല്യൂസ്, തോട്ട്സ്, ബിലീവ്സ്, ടീച്ചിങ്സ്, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ ആദ്യം തന്നെ നമ്മൾ 1 by 1 ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് തലത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് ഇത് ഒരാൾക്ക് സ്വന്തം ചെയ്യാനൊന്നും സാധിച്ചോണമെന്നില്ല. ആ സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡ്,
അത് ഈ കാര്യത്തിൽ പ്രാവീണ്യതയും പ്രാഗൽഭ്യവുമുള്ള ഒരാളും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊരു മാനസിക രോഗത്തിന്റെ ചികിത്സയല്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി നല്ലൊരു സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഉയരത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യമായതുകൊണ്ട് ഇതിനെ ഞാനൊരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നില്ല. ഇതൊരു സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിങ് എലമെന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇൻവോൾവ്സ് സ്പിരിച്വാലിറ്റി. സോ ഇത് സയൻസിന്റെ ഫ്രെയിംവർക്കിന് അപ്പുറത്തേക്കുള്ളതാണ്. കഴിവുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ള അവസരവും കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ക്രിട്ടിസൈസിങ്, പ്രൂവ് ഇറ്റ് ഇഫ് യു ക്യാൻ ആൻഡ് ബിക്കം എ ലെജൻഡ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഈ ഒരു കോൺഷ്യസ് മൈൻഡിലൂടെ ഇട്ട് വട്ടം കറക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇവിടെയാണ് ഡിസയറിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, വാല്യൂസിന്റെ പിന്നാലെ പോയാലേ വിജയം വരികയുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹത്തിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, കർമ്മത്തിന്റെ പിന്നാലെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനാവുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഫിനാൻഷ്യൽ വെൽത്ത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വെൽത്ത് വേണം, പണം വേണം, പ്രോസ്പെരിറ്റി വേണം എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പണം വരില്ല. ലോ ഓഫ് അട്രാക്ഷനെ അന്ധമായിട്ട് വിശ്വസിക്കുകയല്ല വേണ്ടത്. ഇവിടെ പ്രവർത്തനം വേണം എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വാല്യൂസിനെ പിന്തുടരുന്ന സമയത്ത് പണം പുറകെ വരിക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മളിത് വേണം 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 എന്ന് ആഗ്രഹിച്ച് നമ്മളുടെ അവസാന കാലം വരെ നമ്മളിത് ആഗ്രഹിച്ച് നമ്മളൊരു ഡിസ്പയറിൽ മരിക്കുകയുള്ളൂ. ഈ ഒരു കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യത്തിനെ നിങ്ങൾ സബ് കോൺഷ്യസിലേക്കും അൺകോൺഷ്യസിലേക്കും നിങ്ങൾക്ക് കടത്തിവിടണമെങ്കിൽ അതിനെ ലിസൺ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇൻഡ്യൂഷനെ ലിസൺ ചെയ്യേണ്ടതുണ്ട്, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്, അവനവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തിത്വം, ട്രൈറ്റ്സ്, എന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, എന്റെ കഴിവുകളും കേടുകളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിൽ പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മളെ പേഴ്സണാലിറ്റിക്കോ നമ്മളുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസിനോ യാതൊരു വിധത്തിലും സ്യൂട്ട് ആകാത്തൊരു കാര്യം എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, ഈ കാര്യങ്ങളൊക്കെ ഒരു മാനസികമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിയോണ്ട് ദാറ്റ് ദർ ഈസ് എ സ്പിരിച്വൽ റെലം ടു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓൾറെഡി നമ്മളിൽ ഒരു ഫ്രീക്വൻസി ട്യൂണിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ ഫ്രീക്വൻസിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് നമുക്ക് ലൈഫ് ട്യൂണിൻ ചെയ്ത് കൊണ്ടാകാൻ പറ്റാതെ വരുന്നത്. ഇതിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ലാതെ വേറെ വഴിയില്ല. പുറത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. പുറത്തുനിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അത് തിരിഞ്ഞു നോക്കി നമ്മൾ അബോധ തലങ്ങളിലൂടെ സഞ്ചരിച്ച് മെഡിറ്റേഷൻ ചെയ്ത്, യോഗ ചെയ്ത്, ധ്യാനം ചെയ്ത്, ചിന്തകളിലും മുഴുകിക്കഴിയുന്ന സമയത്താണ് നമ്മളുടെ താല്പര്യം എന്താണ് എന്നുള്ളത് തെളിഞ്ഞു വരികയുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ സൈക്കോളജിയുടെ ഒക്കെ സഹായം നമ്മൾക്ക് എടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് നിങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും മറന്നു പോകരുത്, ദയവായി മറന്നു പോകരുത്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതുമാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത്. സോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പ്രഷൻ വളരെ പോസിറ്റീവ് ആയിരിക്കട്ടെ എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പ്രഷൻ ക്രിയേറ്റ്സ് ആണ് ഇംപ്രഷൻ. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആളുകളെ കാണുമ്പോൾ പച്ചച്ചിരി ചിരിച്ച് കാണിക്കുന്നതല്ല, മറിച്ച് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന തോട്ട്സ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ. നമ്മളുടെ കർമ്മം അതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഈ കർമ്മത്തിന്റെ എക്സ്പ്രഷന്റെ റിസൾട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്നൊരു ഇംപ്രഷൻ ആയിട്ട് തിരിച്ചു വരുമെന്നുള്ളതിൽ സംശയമില്ല. ഈ പറഞ്ഞ കാര്യം അറ്റൈൻ ചെയ്യുന്നതിലേക്കുള്ള എക്സാമ്പിൾസ് പറയാം. പ്രസിദ്ധനായിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ഓതറായിട്ടുള്ള നെപ്പോളിയൻ ഹിൽ, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ വിശേഷതയാണ് ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു നൈറ്റ് റീയൂണിയൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ നൈറ്റ് റീയൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലുള്ള ഒരു കൂടിച്ചേരൽ. അത് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരലോ പാർട്ടിയോ അല്ല ഉദ്ദേശിക്കുന്നത്. 9 ഇൻവിസിബിൾ കൗൺസിലേഴ്സ്, അതായത് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള 9 ജീനിയസ്, ഡിപ്പാർട്ടഡ് ജീനിയസ്, അതായത് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള 9 ജീനിയസുകൾ ഇദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് വരികയാണ് ഫ്രം സംവെയർ. ആൻഡ് അവിടെ ഇദ്ദേഹം മീറ്റിംഗ് നടത്തുകയും അവരോട് ഇദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലെ പിറ്റ്ഫാൾസ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് തരാനും എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നും ചോദിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ബോധ മനസ്സിലേക്ക് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ വരികയായി. അദ്ദേഹം അത് പ്രവർത്തിപ്പിക്കുകയായി. അദ്ദേഹത്തിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിലെ ദ സിക്സ്ത് സെൻസ് എന്ന ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാവും. സോ ദിസ് ഈസ് എ ടെക്നിക്. കുറച്ച് കൗൺസിലേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്
നമുക്ക് ഇമാജിൻ ചെയ്യാം, അവരോട് സംസാരിക്കാം. കാരണം നമ്മൾക്ക് ഇത്രയും ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിനുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റിക്കണമെന്നില്ല. അവർക്ക് പല ലെസൺസും തരാനായിട്ട് സാധിക്കും. എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും. എന്നിരുന്നാലും അൺലിമിറ്റഡ് പൊട്ടൻഷ്യലിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സ്പിരിച്വൽ റലത്തിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. സോ നെപ്പോളിയൻ ഹിൽ ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യുന്നത് ഒരു ഡീപ്പ് ഹിപ്നോട്ടിക് ലൈക്ക് ട്രാൻസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ആൾട്ടേർഡ് കോൺഷ്യസ്നസ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് ടൂ മച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതും കൂടി മനസ്സിലാക്കുക. ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പീരിയൻസ് ഇൻ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നതിൽ, ഇനി അതല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, ഇനി അതല്ലെങ്കിൽ ഹിപ്നോസിസ് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസിലൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന ഒരു വീഡിയോയിലെയും ടെക്നിക്സ് നിങ്ങൾ പ്രഷർ എടുത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് ദയവായി മനസ്സിലാക്കണം. വളരെ ഫ്രീ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മളിലേക്ക് യൂണിവേഴ്സൽ എനർജി ചൊരിയപ്പെടുകയുള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുകയുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, നമ്മുടെ ഇടയിലുള്ള ഭൂരിഭാഗം ആളുകളും ഇത്തരം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാനുള്ള ഭയം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷൻ ആണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. സംടൈംസ് സയൻസിൽ ഓവറായിട്ടുള്ള ഒരു ഡോഗ്മാറ്റിസം വന്നു കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ സൂപ്പർസ്റ്റിഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ സിസ്റ്റം ഓഫ് ലിമിറ്റേഷൻസ് ആൻഡ് യൂണിവേഴ്സ് ഓഫ് പോസിബിലിറ്റീസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ്, ഇറ്റ്സ് ഇമാജിനേഷൻ. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഉദാഹരണമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഐ വാസ് ട്രാവലിംഗ് ഓൺ എ ലൈറ്റ് ബീം, ഒരു പ്രകാശരശ്മിയിൽ ഞാൻ ട്രാവൽ ചെയ്യുകയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിൽ തന്നെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു ലൈറ്റ് ബീമിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് സിമിലർ ടു എ ഡീപ് ട്രാൻസ് ഹിപ്നോട്ടിക് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനോ ഒരു മെഡിറ്റേഷൻ പ്രോസസ് പോലെയുള്ള കാര്യം തന്നെയാണ്. സോ ലേൺ ഫ്രം ദ ജീനിയസ്. സിമിലർലി നിക്കോളാസ് ടെസ്ല വളരെ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം മുൻപുള്ള വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ബ്രെയിൻ ഈസ് ജസ്റ്റ് എ റിസീവർ. ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു സോഴ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ബ്രെയിൻ റിസീവ് ചെയ്യുകയും ഞാനത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ടിലൈറ്റ് സ്റ്റേജ് ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് അദ്ദേഹം ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഫ്യൂച്ചർ അദ്ദേഹത്തിന് കാണാൻ പറ്റി എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത് ആ കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ ഓരോ ഐഡിയാസും, എസ്പെഷ്യലി അത് ഇലക്ട്രോ കെമിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മെഷീൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ മൈൻഡിൽ വെച്ച് അത് വർക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ വേർ ആൻഡ് ടയർ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കി അതിനുശേഷം അതിന്റെ തെറ്റുകളൊക്കെ പരിഹരിച്ച് ഫൈനലൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് അത്രേ അദ്ദേഹം ആക്ച്വലൈസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം ഈ ഒരു ടിലൈറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോക മനസ്സിൽ നിന്ന് അതിന്റെ സോഴ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യവും പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നിക്കോളാസ് ടെസ്ലയും ഈ പറഞ്ഞതുപോലെ ഒരു ഡീപ് ട്രാൻസ് ലൈക്ക് സെൽഫ് ഹിപ്നോസിസ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അതിന് സമാനമായതോ അതിനപ്പുറത്തേക്കുള്ളതോ ആയിട്ടുള്ള ഒരു ട്രാൻസ് ലൈക്ക് ഹിപ്നോട്ടിക് ഓർ ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഒക്കെ അതിൽ കൂടി വന്നിട്ടുള്ള ചില റിസൾട്ട്സ് ആയിരുന്നു. സോ ജീനിയസ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദർ ഈസ് നോ ജീനിയസ് വിത്തൗട്ട് എ ലിറ്റിൽ ബിറ്റ് മിക്സ്ചർ ഓഫ് മാഡ്നസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സയന്റിഫിക് ഡോഗ്മാറ്റിസം അല്ലെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടക്കണക്കിൽ കിടക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ചിന്തിക്കുക, നിങ്ങൾക്കും ഇൻവെൻഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് പവർ. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ളവരെ പ്രകീർത്തിച്ചും അല്ലാത്തവരെ വിമർശിച്ചുകൊണ്ടും ജീവിതം തീരുകയുള്ളൂ. നെക്സ്റ്റ് ടു ലിയനാർഡോ ഡാവിഞ്ചി. ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ ജേണൽ എഴുതുന്ന സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം, അദ്ദേഹം ഒരു ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു വാളിലേക്ക് നോക്കി ഒരു 10 മിനിറ്റ് ഇരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ചില വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ അദ്ദേഹം ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു യൂണിവേഴ്സൽ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ഹി വാസ് ഓൾസോ ഗോയിങ് ഇൻ ടു എ ഡീപ് സെൽഫ് ഹിപ്നോസിസ് ഓർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് പോവുകയായിരുന്നു. അതിലേക്ക് ഊളിയിട്ട് വരുന്ന സമയത്താണ് ആ ചിത്രം അവിടെ പതിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളുടെ പിതാവായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ, ഈ പറഞ്ഞ നിക്കോളാസ് ടെസ്ല കുറച്ചു കാലം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ തോമസ് ആൽവ എഡിസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാറ്റ് നാപ്സ് വളരെ പ്രശസ്തമാണ്. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് പൂച്ച ഉറങ്ങുന്നത് പോലെ കുറച്ചു നേരം ഒരു ഉറക്കം എന്ന് പറയാൻ കഴിയില്ല, കാരണം ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഉറക്കം എന്ന് പറയാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു മെറ്റൽ ക്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കരുതുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിലത്ത് വീഴുകയും അതിന്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് വന്ന് വീണ്ടും വർക്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതിന് വേണ്ടി തന്നെ. അപ്പൊ അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫറ്റീഗ് അല്ലെങ്കിൽ മടുക്കുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. സോ അതിനുശേഷം അദ്ദേഹം വീണ്ടും വർക്ക് തുടങ്ങുന്നു. ആൻഡ് ഇതും നമുക്ക് ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് അദ്ദേഹം മൂളിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു, അറിവുകളുമായിട്ട് അല്ലെങ്കിൽ ഐഡിയാസുമായിട്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. ലോക പ്രശസ്ത കമ്പോസറായിട്ടുള്ള മൊസാർട്ടിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കാത്തതുമായിട്ട് ആരും ഉണ്ടാവുകയില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള ഡീപ് ട്രാൻസ് ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകുവാനായിട്ട് വളരെ മിടുക്കനായിരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ചാനലറുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പല വർക്കുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ആരോ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അഥവാ ആ അബോധ തലത്തിൽ നിന്ന് ബോധതലത്തിലേക്ക് സംഗീതം വരികയും അദ്ദേഹത്തിന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പല സമയത്തും മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ചാനലർ പോലെ റിസീവിംഗ് ഫ്രം സംവെയർ ആൻഡ് റിപ്പീറ്റിംഗ് അത് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹവും ഈ ഒരു അബോധ തലത്തിലൂടെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് ആക്സസ് കിട്ടി ആ മ്യൂസിക് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടാണ് അനശ്വരനായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രസിദ്ധ മ്യൂസീഷ്യൻ ആയിട്ടുള്ള സെർഗി റാഖ്മനിനോഫ്, അദ്ദേഹത്തിന്റെ മ്യൂസിക്കുമായിട്ടുള്ള ടച്ച് വിട്ടുപോയ സമയത്ത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഹിപ്നോസിസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൺസെർട്ടോ 2 എന്ന് പറയുന്ന വർക്ക് അദ്ദേഹത്തിന്റെ ഹിപ്നോട്ടിസ്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഫ്രെഡറിക് ചോപ്പിൻ, ഗോദ്, മെറ്റർനിക് തുടങ്ങിയ മ്യൂസീഷ്യൻസ് ഒക്കെ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രോസ്ബർഗിലെ ഹിപ്നോസിസിന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു രസകരമായ വ്യത്യസ്തമായ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്തിരുന്ന ഒരാളാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ദ ട്രഷർ ഐലൻഡിന്റെ ഓതറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ലിറ്റിൽ ബ്രൗണീസ് എന്ന് പറയുന്ന കുറച്ച് ബീയിങ്സ് ഉണ്ടായിരുന്നു. അവരോട് അദ്ദേഹം എന്ത് ചെയ്യും? എനിക്ക് പണവും പ്രശസ്തിയും ഉണ്ടാക്കാനായിട്ടുള്ള കഥയുമായിട്ട് വരണം എന്ന് പറയും. അപ്പൊ ഇതൊരു ട്രാൻസ് സ്റ്റേജിലൂടെ പോയിട്ടാണ് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നത്. ഒരു ട്രാൻസ് സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിനുള്ള കഥ ലഭിക്കുകയും ചെയ്യും. പിന്നീട് അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും അദ്ദേഹം അത് കഥയായിട്ട് എഴുതുകയും ചെയ്യും. ഇത് അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡായിരുന്നു. സോ ഓരോ ജീനിയസിനും ഓരോ ടൈപ്പ് ഓഫ് മെത്തേഡ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇനിയുമുണ്ട് കുറച്ച് ആളുകൾ. ഞാനത് വളരെ ചുരുക്കി പറഞ്ഞിട്ട് നമ്മുടെ കീ പോയിന്റിലേക്ക് വരാം. കാർഡ്സ് അല്ലെങ്കിൽ ചീട്ടുകളിയിലെ സോളിറ്റയർ എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് അറിയാമായിരിക്കും. JP മോർഗൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഫിനാൻഷ്യർ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എപ്പോഴെങ്കിലും ജോലിക്കിടയിൽ തടസ്സങ്ങൾ നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്ന് ഈ ഒരു സോളിറ്റയർ ഗെയിം കളിക്കുകയും അതിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുക. ആ ഗെയിം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ഡിസിഷനാണ് അടുത്ത നെക്സ്റ്റ് ടാസ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ആ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ടാസ്കിൽ എടുക്കേണ്ടത് എന്ന് തെളിഞ്ഞു വരികയും അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അത് എക്സിക്യൂട്ട് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തതും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനും അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടുള്ള ഹെൻറി കൈസർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹവും ഉറങ്ങുന്നതിന് മുൻപ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അസൈൻമെന്റ് കൊടുത്തിട്ടായിരുന്നു പോവുക, പരിഹാരങ്ങളുമായിട്ട് വരണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് അവസാനിക്കുന്നില്ല. ഓരോ ജീനിയസ്, ഓരോ സക്സസ്ഫുൾ ഇൻഡിവിജ്വലിനെ എടുത്തു നോക്കിയാലും അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്, ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അവർ അറിഞ്ഞോ അറിയാതെയോ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിലേക്ക് ടാപ്പ് ചെയ്യുകയായിരുന്നു. ചിലർക്ക് ചിലപ്പോൾ പുറമേ നിന്ന് കിട്ടിയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ഹെൽപ്പോട് കൂടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക് ആയിരിക്കാം, ചിലർ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തതായിരിക്കാം. എന്ത് തന്നെയായാലും ഈച്ച് ആൻഡ് എവരി ജീനിയസ് ക്രിയേറ്റീവ് പേഴ്സൺ അല്ലെങ്കിൽ മില്യണയർ, ബില്യണയേഴ്സ്, എവരി സക്സസ്ഫുൾ ഇൻഡിവിജ്വൽസ്, ഇവർക്ക് ചാത്തൻ സേവയോ അല്ലെങ്കിൽ ഭയക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ പൈശാചിക ശക്തിയെ കൂട്ടുപിടിച്ചത് കൊണ്ടോ അല്ല വിജയമുണ്ടായത്. ഈ ഭയം മാറ്റി നിർത്തി ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മുടെ ഏതാണെന്ന് കണ്ടെത്തി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇതിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചിന്തിക്കണം, നമ്മൾ ഒരുപാട് കാമായിട്ടുള്ള സ്റ്റേജ് അറ്റൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്കുള്ള കീ പോയിന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ആയുധങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ, മെഡിറ്റേഷൻ, സെൽഫ് ഹിപ്നോസിസ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ പ്രവർത്തിപ്പിച്ച് നാളെ സക്സസ് വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് സക്സസ് എത്തും. നമ്മൾ പലപ്പോഴും കർമ്മം ചെയ്തു പോകുമ്പോൾ വിജയിക്കുന്നില്ലല്ലോ, കർമ്മം ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കർമ്മം ഒരിക്കലും ഒരുപാട് കാലം ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർമ്മം ചെയ്തിട്ട് ശരിയാകുന്നുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മത്തിൽ തുടരുക. നാം എപ്പോഴും ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരിക്കേണ്ടതുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി പറഞ്ഞതുപോലെ വി ആർ ഓൾ പോളിമാത്ത്.
അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കഴിവോ ഒരു കർമ്മമോ ഒരു ഏരിയയോ മാത്രമല്ല ഉള്ളത്. നമുക്ക് പല മേഖലകളുണ്ട്. പല മേഖലകളിൽ കൈവച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് സ്വയം ശുദ്ധീകരിച്ചും നന്നാക്കിയും റിവ്യൂ ചെയ്തും കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു ഭൗതിക ലോകത്തിൽ അൾട്ടിമേറ്റ് സക്സസ് ലഭ്യമാവുക. ഞാൻ പറയുന്നത് ജ്ഞാനോദയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് കണ്ടെത്തുക. യൂണിവേഴ്സിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. എടുക്കുക, ഉപയോഗിക്കുക, വളരുക, സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുക, അൾട്ടിമേറ്റ് സക്സസിലേക്കുള്ള ആത്മീയ യാത്ര തുടരുക. കാരണം നമ്മൾ ആധുനിക ആത്മീയതയുടെ പ്രഘോഷകരാണ്. സോ നമുക്ക് ഈ ഒരു നവലോക നിർമ്മിതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് നമ്മളെ തന്നെ ഉയർത്താം. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതർ പീപ്പിൾ. നമസ്തേ.